ഈ ഓത്തുപള്ളി എന്നുള്ള പാട്ടിനൊരു പ്രശ്നം എന്താ അറിയോ, എല്ലാ ആളുകളും വിചാരം എനിക്ക് ആകെ ഒറ്റ പാട്ടേ അറിയാവൂ, അത് ഓത്തുപള്ളി എന്നുള്ള പാട്ടാണെന്നാണ് എല്ലാവരും വിചാരം. എനിക്ക് പി ഭാസ്കറിൻ്റെ 100 പാട്ട് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം പാടിയിട്ടു. എല്ലാവരെയും പാട്ട് എനിക്കറിയാം, ഒരു 1500 പാട്ടെങ്കിലും എനിക്കറിയാം. പക്ഷെ എന്നാലും എല്ലാവരും പറയാം ഇപ്പം നിങ്ങളോട് ചോദിച്ചാലും നിങ്ങൾ പറയും ഓത്തുപള്ളി പാട്ടെന്ന് പറയാം. അപ്പോൾ ഞാൻ പറയാറുണ്ട് എനിക്ക് വേറെയും പാട്ടുകൾ അറിയാം. അതും അത്യാവശ്യം 70 വയസ്സ് കഴിഞ്ഞ ആളല്ലേ, കുറച്ച് കാലം കൂടിയല്ലേ ഇനി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഓത്തുപള്ളി എന്നുള്ള അല്ലാത്ത കുറച്ച് പാട്ട് കൂടി നമുക്ക് പാടാൻ എന്നെ അനുവദിക്കണം എന്ന് പറയാറുണ്ട്. അതുപോലെ ഓത്തുപള്ളിക്ക് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് ഈ സാധാരണ ഈ അക്കാഡമി അവാർഡുകളൊക്കെ കിട്ടിയിട്ടുള്ള ആളുകൾക്ക് മരിച്ചു കഴിഞ്ഞാൽ ഈ പോലീസ് വന്ന് മേലോട്ട് വെടിവെക്കും. കാരണം അത് ഒരു ഔദ്യോഗിക ഇതിൻ്റെ എന്താ പറയുക, അങ്ങനെ എന്തോ ഒരു ബഹുമതി അല്ലേ, ഔദ്യോഗിക ബഹുമതിയായിട്ട് പറയും. അപ്പം ഞാൻ പറയും എൻ്റെ കാര്യത്തിൽ അങ്ങനെ വേണ്ട, എല്ലാവരും കൂടി നിന്നിട്ട് ഓത്തുപള്ളി എന്നുള്ള പാട്ട് പാടിയിട്ട് മതി എന്ന് പറയും. അതുപോലെ ഓത്തുപള്ളിനാണോ വേണ്ടത്? സൂഫി മാഷ് പറഞ്ഞ മറ്റേ പാട്ട് പാടാം. മാതളത്തേനും പാറി പറന്നു വന്ന മാണിക്യക്കുയിലാളേ, നീ എവിടെ, നിന്റെ കൂടെ വിടെ, നീ പാടും പൂമരമേ വിടെ, കുന്നിമണിമാലയിട്ട് നിൽക്കുമ്പം നിന്നഴക് പൊന്നിനില്ല പൂവിനില്ല, കുന്നിമണിമാലയിട്ട് നിൽക്കുമ്പം നിന്നഴക് പൊന്നിനില്ല പൂവിനില്ല, പുന്നാരമോതും നിൻ മൊഴി മധുരം, നിൻമുളം കുഴലിലെ തേനിനില്ല, മാതളത്തേനുണ്ണാൻ പാറി പറന്നു വന്ന മാണിക്യക്കുയിലാളേ, നീ എവിടെ, നിന്റെ കൂടെ വിടെ, നീ പാടും പൂമരമേ വിടെ. മറ്റൊരു പാട്ട് കൂടി ഞാൻ പാടാം. അത് എന്നെ ആദ്യമായിട്ട് ഖത്തറിൽ കൊണ്ടുപോയിട്ട് ഈ പാട്ടൊക്കെ പാടിച്ചതാണ് അദ്ദേഹം. അന്ന് ഞങ്ങൾ തമ്മിൽ വലിയ പരിചയമൊന്നുമില്ല, പക്ഷെ ആ പരിചയം ഇന്നും തുടരുന്നുണ്ട്. ഓത്തുപള്ളിയിലന്ന് നമ്മൾ പോയിരുന്ന കാലം ഓർത്തു കണ്ണീർ വാർത്ത് നിൽക്കയാണ് നീലമേഘം, കോന്തലക്കൽ നീയനിക്കായി കെട്ടിയ നെല്ലിക്ക കണ്ടു ചൂരൽ വീശിയില്ലേ നമ്മുടെ മുല്ലാക്ക, പാഠപുസ്തകത്തിൽ മയിൽ പീലി വെച്ച് കൊണ്ട് പീലി പെറ്റ് കൂട്ടുമെന്ന് നീ പറഞ്ഞ് പണ്ട്, ഉപ്പ് കൂട്ടി പച്ചമാങ്ങ നമ്മളെത്ര തിന്നു, ഇപ്പോഴാ കഥകളെ നീ അപ്പടി മറന്നു. ഓത്തുപള്ളിയിലന്ന് നമ്മൾ പോയിരുന്ന കാലം ഓർത്തു കണ്ണീർ വാർത്തു നിൽക്കയാണ് നീലമേഘം, കോന്തലക്കൽ നീയനിക്കായി കെട്ടിയ നെല്ലിക്ക കണ്ടു ചൂരൽ വീശിയില്ല
മുല്ലക്ക ഇനി ഞാൻ പാടിയാലും പറഞ്ഞാലും നിങ്ങൾ ഇനി അടുത്ത പ്രാവശ്യം എന്നെ വിളിക്കൂല. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ജലീലിന് എല്ലാ ആശംസകളും നേരുന്നു. ഇത് തുടരുക, തുടരെ വായിക്കുകയും എഴുതുകയും ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ മാത്രമേ നമ്മൾ അത് തെളിഞ്ഞു വരികയുള്ളൂ. ഇതുപോലുള്ള ചിന്തകളും ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, എല്ലാവരും വായിച്ചു നോക്കണം. ഇത്തരം ചില സാമൂഹികമായ വിഷയങ്ങൾ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിനകത്ത് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ നമുക്ക് യോജിക്കാം വിയോജിക്കാം, പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെ പ്രകടമാക്കിയിട്ടുണ്ട്. ഏതായാലും എല്ലാവർക്കും ഈ നല്ലൊരു ദിവസം, കുറ്റ്യാടിയിൽ നല്ല സാംസ്കാരിക ഇതൊക്കെ നല്ല സൗഹൃദ ബന്ധങ്ങളാണ്. നമുക്ക് പാർട്ടിയും മതവും കാര്യങ്ങളൊന്നുമല്ല, അതിനേക്കാൾ കവിഞ്ഞിട്ട് ഞങ്ങളുടെ വളരെ സാഹോദര്യ ബന്ധങ്ങളാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം. അത് എന്നും നിലനിൽക്കട്ടെ നമ്മുടെ സമൂഹത്തിൽ. അതിനായി എല്ലാവരും, കവികളും രാഷ്ട്രീയക്കാരും എല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ ആശംസിക്കാനുള്ളൂ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ആശംസകൾ. ഈ പരിപാടി ഉദ്ഘാടനം എൻ്റെ പേരെ വെച്ചില്ല, ഉദ്ഘാടനം ചെയ്തു MLA ആയിട്ട് ഉദ്ഘാടനം ചെയ്തതാണ്. ഉദ്ഘാടനം ചെയ്തു. നമസ്കാരം.